ഈ പൊതുമുതൽ നശിപ്പിച്ചതാണ് ഇതിലെ കാരണമെങ്കിൽ ലോകത്തിലെ സകലമാന മീഡിയകളും കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് നിയമസഭ അടിച്ചു തകർത്ത് വലിയ നാശം വരുത്തിയവര് ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ് ഇന്നലെ പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അൻവറിന്റെ അറസ്റ്റ് സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് മാത്രമല്ല, ഒരു ജനപ്രതിനിധിയെ മാന്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു സർക്കാരിന്റെ ദയനീയമായ മുഖം മാത്രമല്ല കാണുന്നത്. അൻവർ എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നതൊരു വിഷയമാണ്. കേരളത്തിലെ അതീവ ന്യൂനപക്ഷമായ ഒരു ചോലനായ്ക്ക സമുദായത്തിൽപ്പെട്ട ഒരാൾ ആന ചവിട്ടി കൊല്ലപ്പെടുകയാണ് ഇന്നലെ. അതിന്റെ സീനൊക്കെ അൻവറിന്റെ അറസ്റ്റ് കൊണ്ടും മാഞ്ഞു പോകാൻ പാടില്ലാത്തതാണ്. നാട്ടിലാണെങ്കിൽ CPM-മാർ കൊല്ലും, കാട്ടിലേക്ക് കയറിയാൽ ആനയും കൊല്ലും എന്നുള്ള സ്ഥിതിയാണ്. അത് രണ്ടിലും ആളുകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ കാട്ടിൽ താമസിക്കുന്ന നമ്മൾ ഒരു പൗരാവകാശവും വേണ്ടത്ര ലഭ്യമല്ലാത്ത ഒരു പാവം സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധിയായ ഒരാൾ അങ്ങനെ നിശബ്ദനായിരിക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ രീതിയോ സാമാന്യ മര്യാദയോ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രതിഷേധിച്ചപ്പോൾ സംഭവിച്ച ഒരു കേസിന്റെ പേരിലാണ് ഇന്നലെ രാത്രിയിൽ വന്ന് അൻവറിനെ വലിയ പോലീസ് സന്നാഹത്തോടുകൂടി അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൊതുമുതൽ നശിപ്പിച്ചതാണ് ഇതിലെ കാരണമെങ്കിൽ ലോകത്തിലെ സകലമാന മീഡിയകളും കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് നിയമസഭ അടിച്ചു തകർത്ത് വലിയ നാശം വരുത്തിയവര് ക്യാബിനറ്റിലിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ് ഇന്നലെ പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തില് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ ബോംബെയിലൊക്കെയുള്ള ഈ അധോലോക സംഘത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഈ അധോലോക സംഘത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അംഗമായിരിക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അവരുടെ തോന്നിവാസങ്ങൾക്കും അവരുടെ എല്ലാ ഏർപ്പാടുകൾക്കും കൂടെ നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എപ്പോഴാണോ അവര് ഈ അധോലോക സംഘത്തിന്റെ പുറത്തേക്ക് പോകുന്നത് ആ നിമിഷം അവർ കൊല്ലപ്പെടും എന്നതാണ് അതിന്റെ ഒരു അവസ്ഥ. അൻവർ ഇന്നലെ വരെ ഇടതുപക്ഷത്തിനകത്തിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഒറ്റ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകിൽ ഇടതുപക്ഷത്തിനകത്തിരുന്ന് പൂർണ്ണമായി വിധേയപ്പെടുക, അതല്ലെങ്കിൽ വീട്ടിൽ പേരക്കുട്ടിനെയും തൊട്ടിലാട്ടി കുത്തിരിക്കുക എന്നല്ലാതെ വായ തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരുതരം അപകടകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് CPM ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ ഒരു അപകടം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ്, ജനാധിപത്യ വിരുദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇന്നലത്തെ അറസ്റ്റിനെ കാണേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ അറസ്റ്റോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ ചോലനായ്ക്ക സമുദായത്തിൽപ്പെട്ട അതീവ ന്യൂനപക്ഷമായ ഒരു സാധുവിന്റെ മരണം കൂടെ. കേരളത്തിലെ ഈ മലയോര കർഷകരുടെ, തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഈ കർഷക സമൂഹത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നത് മറ്റേത് കാരണത്താൽ കൂടും അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിനെ എതിർക്കാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അൻവർ ഉയർത്തിയ ഇഷ്യൂവിന്റെ കൂടെ ലീഗുണ്ട്. അൻവറിന് ലഭ്യമാകേണ്ടുന്ന എല്ലാ ജനാധിപത്യ അവകാശങ്ങളുടെ കൂടെയും മുസ്ലിം ലീഗ് പാർട്ടിയുണ്ട്.